empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഹുൽദ പ്രവാചകയെ കുറിച്ചായിരുന്നു. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലും ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകത്തിലുമെല്ലാം ജോസിയ രാജാവിന്റെ ആ ഒരു ഭരണകാലത്ത് ഹുൽദ പ്രവാചകയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ഹിതം അറിയേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ, ആ ഒരു സാഹചര്യം ആ രാജ്യത്ത് ഉളവായപ്പോൾ ജോസിയ രാജാവ് ഒരു ചെറുഗണത്തെ പറഞ്ഞയക്കുന്നുണ്ട്. കർത്താവിന്റെ ഹിതം നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന ആളുടെ അടുത്തേക്ക്. അവർ ചെന്നെത്തുന്നത് ഹുൽദ പ്രവാചകയുടെ അടുക്കലാണ്. പ്രവാചകയുടെ അടുക്കൽ ചെന്നാൽ കർത്താവിന്റെ ഹിതം അറിയാൻ സാധിക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കർത്താവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അത് ഞങ്ങൾക്ക് പകർന്നു തരാൻ ഹുൽദ പ്രവാചകയ്ക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പ്രവാചക പ്രവചനാത്മാവിൽ നിറഞ്ഞ് വളരെ ധീരതയോടെ കർത്താവിന്റെ ഹിതം അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കർത്താവ് അവരുടെ മേൽ ചൊരിയാൻ പോകുന്ന ആ ഒരു വിധിയെ ഹുൽദ പ്രവാചക അവരോട് തുറന്നു പറയുന്നുണ്ട്. ഒപ്പം തന്നെ കർത്താവിന്റെ കരുണയുടെ മുഖത്തെയും ഹുൽദ പ്രവാചകയുടെ പ്രവചന വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ഹിതത്തിലായിരുന്ന് കർത്താവിനോട് ചേർന്ന് നിന്നപ്പോൾ കർത്താവിന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു പാത്രമായി ഹുൽദ പ്രവാചക മാറുകയായിരുന്നു. 103-ാം സങ്കീർത്തനം അവിടെ 10-ാം തിരുവാക്യത്തിൽ സങ്കീർത്തകനായ ദാവീദ് രാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. ദാവീദ് രാജാവ് പറയുകയാണ്, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. തന്റെ ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കാൻ ദാവീദ് രാജാവ് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാ, അതിനായിട്ട് പ്രാർത്ഥിക്കുകയാ. അതിനായിട്ട് കർത്താവിന്റെ ഒരു നല്ല ആത്മാവ് നിരപ്പായ വഴിയിലൂടെ തന്നെ നയിക്കുമെന്ന് ദാവീദ് രാജാവ് ഉറപ്പോടെ വിശ്വസിക്കുകയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ഹിതത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അഭിഷേകത്തിൽ എപ്പോഴും മുന്നേറുന്നവരായി ഞങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയെ നാം ഓരോരുത്തരെയും കർത്താവിന് ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്താൽ എന്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. അഭിഷേകത്താൽ എന്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. എന്റെ യേശു എനിക്കായി ജീവൻ തന്നതായി ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. എന്റെ യേശു എനിക്കായി ജീവൻ തന്നതായി ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതത്തിൽ ഞങ്ങളെ നടത്തണമേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതത്തിൽ എന്തു തന്നെ സാഹചര്യമാണെങ്കിലും എന്തു തന്നെ പ്രതിസന്ധി ആണെങ്കിലും കർത്താവിന്റെ ഹിതത്തിൽ ഞങ്ങൾ മുന്നേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക ദുഃഖങ്ങൾ എന്നെ തളർത്തുകില്ല, എൻ സങ്കടങ്ങൾ എന്നെ വീഴുമുകില്ല. ലോക ദുഃഖങ്ങൾ എന്നെ തളർത്തുകില്ല, എൻ സങ്കടങ്ങൾ എന്നെ വീഴുമുകില്ല. നരയോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല. നരയോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല. അഭിഷേകത്താൽ എന്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. അഭിഷേകത്താൽ എന്റെ ഉള്ളം നിറയും, ആത്മാവിനാൽ എന്നെ വഴി നടത്തും. എന്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. എന്റെ യേശു എനിക്കായി ജീവൻ തന്നതാൽ ഞാൻ ഹല്ലേലൂയ പാടി വാഴ്ത്തുമേ. നരയോളം ചുമക്കാമെന്നരുളിയതാൽ ഞാൻ തെല്ലുമേ ഭയപ്പെടില്ല.
നടത്തണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. എപ്പോഴും അങ്ങയോട് ചേർന്ന് മുന്നേറുവാൻ, അഭിഷേകത്തിൽ നിറഞ്ഞു മുന്നേറുവാൻ കർത്താവേ കൃപയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അഭിഷേകത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ ഹിതത്തിൽ മാത്രം ഞങ്ങളുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുവാൻ. അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ കർത്താവിന്റെ ഹിതം അനുവർത്തിക്കുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ഹിതത്തിലായിരിക്കുവാൻ, കർത്താവിന്റെ ഹിതം അറിഞ്ഞ് ജീവിക്കുന്നവരായി മാറുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ പഴയ നിയമത്തിലെ തോബിത്തിന്റെ പുസ്തകത്തിലൂടെ ഒരു യാത്ര ആരംഭിക്കുകയാണ്. തോബിത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന ഒരു പുസ്തകമാണ്. പ്രധാനമായി 2 കുടുംബങ്ങളെ ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തോബിത്ത്, ഭാര്യ അന്ന, അവർക്ക് കർത്താവ് നൽകിയ മകൻ തോബിയാസ്. അതുപോലെ തന്നെ മറ്റൊരു കുടുംബവുമുണ്ട്, റഘുവേലും ഭാര്യ ഏദനയും, അവർക്ക് കർത്താവ് നൽകിയ മകൾ സാറായും. ഈ 2 കുടുംബങ്ങളിലൂടെയാണ് കർത്താവ് കുടുംബവുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പകർന്നു നൽകുന്നത്. തോബിത്തിന്റെ പുസ്തകം അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്കുള്ള മൂല്യം, പരസ്പരം കുടുംബത്തിൽ ഓരോരുത്തരും അവരവരുടെ ബന്ധങ്ങളിൽ എന്തൊക്കെ മര്യാദകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തുടങ്ങിയ ഒത്തിരിയേറെ കാര്യങ്ങള് തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ആത്മീയ തലത്തിൽ ഒരു സ്പിരിച്വൽ റിലം, അവിടെ അശുദ്ധാത്മാക്കളും അതുപോലെ നമുക്ക് സഹായത്തിനായിട്ട് സ്വർഗം നൽകിയിരിക്കുന്ന, കർത്താവ് നമുക്കൊപ്പം നൽകിയിരിക്കുന്ന കാവൽ മാലാഖമാര്, ദൂതന്മാര്, ഇവരെ കുറിച്ചൊക്കെയുള്ള പ്രതിപാദ്യം തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് റഘുവേലിന്റെയും ഏദനയുടെയും മകളായ സാറായെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ പ്രധാനമായും പരിശുദ്ധ ബൈബിളിലെ സ്ത്രീകളുടെ ജീവിതത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് ഇന്ന് സാറായെ കുറിച്ച് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. സാറ ആരായിരുന്നു? നമുക്ക് പുസ്തകത്തിലേക്ക്, നമ്മുടെ പരിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരാം. തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം, അവിടെ 8-ാം തിരുവാക്യത്തിൽ സാറ ആരായിരുന്നു എന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണവൾ. സാറായെ കുറിച്ച് പരിശുദ്ധ വചനം ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? അവൾ 7 പ്രാവശ്യം വിവാഹം ചെയ്തവളായിരുന്നു. എന്താ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്നാൽ അവളെ പ്രാപിക്കുന്നതിനു മുൻപ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. ഇവിടെ 7 പ്രാവശ്യം വിവാഹം കഴിഞ്ഞവളായിരുന്നു സാറ. ഓരോ പ്രാവശ്യവും അവളുടെ വിവാഹം കഴിയുമ്പോൾ അവളുടെ ഭർത്താവായി വരുന്ന വ്യക്തിയെ അസ്മോദേവൂസ് എന്ന് പറയുന്ന ആ ഒരു ദുഷ്ടപിശാച് വധിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരവസ്ഥയിലാണ് സാറ ആയിരിക്കുക. വളരെയേറെ നിരാശപ്പെട്ട് ദുഃഖിതയായിട്ട് അങ്ങനെ വളരെ വിഷമത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് സാറായെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. 7 പ്രാവശ്യം അവൾ വിവാഹിതയായി. എന്നാൽ എല്ലാ പ്രാവശ്യവും അവളുടെ ഭർത്താവായി വരുന്ന വ്യക്തി മരിച്ചു പോവുകയാണ്. എത്രയോ വലിയ ഒരു ഡിപ്രഷനിലായിരിക്കും സാറ. ഒത്തിരിയേറെ വിഷമങ്ങൾ അവൾക്കുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ അവൾ നേരിട്ട മറ്റൊരു വലിയ ദുഃഖത്തെക്കുറിച്ചും തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ തന്നെ 7-ാം വാക്യത്തിന്റെ ആ ഒരു 2-ാം ഭാഗം എന്താ തിരുവചനം പറയുന്നത്? മേദിയായിലെ എഗ്ബക്താനായിൽ രഘുവേലിന്റെ മകൾ സാറായെ അവളുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു. അവിടെ
ഇങ്ങനെ ഇത്രയും കഷ്ടതയിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന സാറായെ അവളുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിക്കുകയാണ്. തന്റെ ഭവനത്തിലെ പരിചാരികമാർ അവളെ അധിക്ഷേപിക്കുകയാ. അവളെ എന്ത് പറഞ്ഞിട്ടാണ് അധിക്ഷേപിക്കുന്നത്? നമുക്ക് 8-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. അവിടെ പരിചാരികമാർ അവളോട് എന്താ ചെയ്തതെന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തുഞെരിച്ചു കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഇവിടെ ആ പരിചാരികമാർ അവളെ ക്രൂരമായിട്ട് പരിഹസിക്കുകയാണ്. പരിഹസിക്കുക മാത്രമല്ല, അവളുടെ മേൽ കുറ്റം ആരോപിക്കുകയാണ്. ഈ ഓരോരുത്തരെയും കഴുത്ത് ഞെരിച്ചു കൊന്നത് അവൾ തന്നെയാണെന്ന വലിയ കുറ്റം അവളുടെ മേൽ ആരോപിക്കുകയാ. ഒത്തിരിയേറെ നഷ്ടധൈര്യമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതും കൂടി അവൾ കേൾക്കേണ്ടി വരികയാണ്. വലിയൊരു പരിഹാസ പാത്രമായിട്ട് മാറുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ പരിചാരികമാർ പറയുന്ന കാര്യമാ തിരുവചനം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ നാട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ എന്തൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും. വളരെയേറെ കഷ്ടതയിൽ അവൾ ആയിരിക്കുകയാണ്. ഈ പരിചാരികമാർ തുടർന്ന് പറയുന്നുണ്ട്. 9-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക, നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ഇവിടെ സാറായെ വീണ്ടും വീണ്ടും പരിചാരികമാർ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മരിച്ചെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് കൂടെ പോയി മരിച്ചുകൂടാ? അങ്ങനെ പലതും പറയുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയേറെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ സാറ ആയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക് ഒന്ന് കടന്നു വരാം. പലരും ഇതുപോലെ വളരെ കഷ്ടതയില്, മറ്റാർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഇതുപോലത്തെ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ സാറായും വളരെയേറെ വേദനയിലാണ്. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ വേദനയിലാണ് സാറ ആയിരിക്കുന്നത്. 7 തവണ അവൾ വിവാഹം ചെയ്തു. ഒരു തവണ പോലും അവൾക്കതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഭർത്താക്കന്മാർ ഓരോ പ്രാവശ്യവും മരിച്ചു പോവുകയാണ്. മറ്റു കാരണങ്ങളൊന്നുമില്ല. ആ പിശാച് വന്ന് അവരെ വധിച്ചു എന്നാ തിരുവചനം എഴുതിയിരിക്കുന്നത്. മറ്റു കാരണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ ഒരു അപഹാസ്യ പാത്രമായിട്ട് സാറ മാറുകയാണ്. തുടർന്ന് സാറായുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് തിരുവചനം പറയുന്നുണ്ട്. നമുക്ക് 10-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്നു പോലും അവൾക്ക് തോന്നിപ്പോയി. സാറ വളരെ നിരാശിതയായി മാറുകയാ. തൂങ്ങി മരിച്ചു കളയാം, ആത്മഹത്യ ചെയ്യാം എന്നു വരെ അവൾ ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. വളരെ നിരാശയായി കഴിയുമ്പോൾ, ദുഃഖത്തിന്റെ ആ ഒരു മൂർത്തിഭാവത്തിൽ എത്തുമ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ അതിലൂടെ ഒരു പ്രതിവിധിയാണെന്നുള്ളത്. ഇവിടെ സാറായും അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. തൂങ്ങി മരിച്ചു കളയാം എന്ന് വരെ അവൾ ചിന്തിച്ചു എന്നാ തിരുവചനം പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് അവളെ പിന്മാറ്റിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് തൊട്ടടുത്ത വാക്യം നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു, ഞാൻ പിതാവിന്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം. വൃദ്ധനായ എന്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. സാറ ഇവിടെ നിരാശയുടെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന സമയമാണ്. പരിഹാസകരാൽ ചുറ്റപ്പെട്ട സമയം. ജീവിതത്തിൽ മുൻപോട്ട് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സമയം. തൂങ്ങി മരിക്കാം എന്നവൾ ചിന്തിച്ച സമയം. പക്ഷേ അവിടെ അവൾ പുനർവിചിന്തനം ചെയ്തു എന്ന തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത്. നിരാശയുടെ സമയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകും പ്രിയമുള്ളവരെ. നമ്മൾ വായിക്കുമ്പോൾ, തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ, ദൈവപുരുഷന്മാരുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. നിരാശയിൽ കൂപ്പുകുത്തിയ ഒരു സമയം. അവർ ജീവിതം തീർത്ത് കളയാം എന്ന് വിചാരിച്ച സമയം എല്ലാ ദേവദാസന്മാർക്കും ഉണ്ടായതായി തിരുവചനം പറയുന്നുണ്ട്. പക്ഷേ അവർ അതിൽ തുടർന്നില്ല. അവിടെ അവർ പുനർവിചിന്തനം ചെയ്യുകയാ. തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ സാറ ചിന്തിക്കുന്നത് അവളുടെ അപ്പനെ കുറിച്ചാണ്. അപ്പന്റെ ഏക മകളാണ് താൻ തൂങ്ങി മരിച്ചാൽ അപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? തന്റെ കുടുംബത്തെ കുറിച്ച് സാറ ചിന്തിക്കുകയാ. അവളുടെ ആ ഒരു നിരാശയുടെ ആധിക്യത്തിലും തന്റെ അപ്പനെ കുറിച്ച്, തന്റെ മാതാപിതാക്കളെ കുറിച്ച്, കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ കുറിച്ച്,
തന്റെ ഒരു തീരുമാനം മൂലം അവിടെ വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ചെല്ലാം അവൾ ചിന്തിക്കുകയാ. തുടർന്ന് അവൾ എന്താ ചെയ്തത്? ഇത്രമാത്രം അവളുടെ ജീവിതത്തിൽ എത്തി നിൽക്കുകയാണ്. ഇത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇത്രത്തോളം നമ്മൾ എത്തിയിട്ടുണ്ടാകാം. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ എന്താ അടുത്തതായി ചെയ്തത്? എന്താ തിരുവചനം പറയുന്നത്? അവൾ കിളിവാതിലിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ. എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. ഇവിടെ വളരെ വേദനയിൽ നിന്നുകൊണ്ടുള്ള സാറായുടെ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ആ പ്രാർത്ഥനയിൽ കർത്താവിനെ കുറ്റം വിധിക്കുകയോ എന്റെ അവസ്ഥയ്ക്ക് കാരണം അങ്ങയുടെ ഹിതമാണെന്നോ, അങ്ങ് നോക്കാത്തത് കൊണ്ടാണെന്നോ, അങ്ങയുടെ ശക്തി എന്റെ ജീവിതത്തിൽ തെളിയിക്കാത്തത് കൊണ്ടാണെന്നോ അവൾ പറയുന്നില്ല. അവൾ കർത്താവിനെ സ്തുതിക്കുകയാ ചെയ്യുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വേദനയുടെ ആധിക്യത്തിൽ നിൽക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയും ഇല്ല എന്ന് അവൾക്ക് ഉറപ്പുള്ളപ്പോഴും കർത്താവിനോട് അവൾ പ്രാർത്ഥിക്കുന്നത് ദൈവസ്തുതിയായിട്ടാ. അവൾ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിന്റെ നന്മയെ പ്രകീർത്തിക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ സാറായുടെ ജീവിതം നാം ഓരോരുത്തർക്ക് മുൻപിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അവൾ തന്റെ ആ ഒരു വിഷമസന്ധിയിലും കർത്താവിനെ ആരാധിക്കുന്നത് സ്തുതിയായിട്ടാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാ. തന്റെ ജീവിതത്തിൽ നൽകിയ, തന്റെ സമൂഹത്തിന് നൽകിയ നന്മകളെ അവൾ അവിടെ എണ്ണി എണ്ണി പറയുകയാണ്. തുടർന്ന് അവളുടെ ആ ഒരു അപേക്ഷ അവൾ കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നുണ്ട്. നമുക്ക് 15-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ സാറ കർത്താവിനോട് ഹൃദയം തുറന്ന് തന്റെ അപേക്ഷ വെക്കുന്നുണ്ട്. എന്താണ് സാറ പ്രാർത്ഥിച്ചത്? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. കർത്താവിനോട് അവൾ ഹൃദയം തുറന്ന് പറയുകയാണ്, കർത്താവെ, ഞാൻ ജീവിക്കണമെങ്കിൽ, തുടർന്ന് കർത്താവിന്റെ ആ ഒരു ഹിതത്തിൽ നിൽക്കണമെങ്കിൽ കർത്താവ് എന്റെ ജീവിതത്തിന് മാന്യത നൽകണമേ എന്ന്. അവൾ അതിനു മുന്നേ പറയുന്നുണ്ട്, തന്റെ ജീവിതത്തിൽ കർത്താവിനെതിരായി, തന്റെ പിതൃഭവനത്തിനെതിരായിട്ട് ഒന്നും അവൾ ചെയ്തിട്ടില്ല. അവൾ മനഃപൂർവ്വം കർത്താവിന്റെ ഹിതത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല. തന്റെ ആ ഒരു നിഷ്കളങ്കത കർത്താവിനോട് അവൾ ഏറ്റു പറയുന്നുണ്ട്. തുടർന്ന് കർത്താവിന്റെ കയ്യിലേക്ക് അവളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വേദനയുടെ ആധിക്യത്തിലായിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇവിടെ സാറ നമുക്ക് കാണിച്ചു തരികയാ. 7 തവണ വിവാഹം ചെയ്ത് 7 തവണയും ഭർത്താവിനെ നഷ്ടപ്പെട്ട് ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകളിൽ, കുത്തുവാക്കുകളിൽ നിറഞ്ഞ് അതെല്ലാം പരിഹാസങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ സാറായുടെ ആ ഒരു മനോഭാവത്തെ, സാറായുടെ പ്രാർത്ഥനയെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ഇവിടെ പരിശുദ്ധ ഗ്രന്ഥം നമുക്ക് വെളിവാക്കി തരികയാ. ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെയും ഈ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യമേ കണ്ടു 2 കുടുംബങ്ങളെ കുറിച്ചാ തോബിത്തിന്റെ പുസ്തകം പറയുന്നത്. രഘുവേലും ഏദനയും മകൾ സാറായും. ആ സാറായെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. മറ്റൊരു കുടുംബമാണ് തോബിത്ത്, ഭാര്യ അന്ന, അവരുടെ മകൻ തോബിയാസ്. ഇതിൽ തോബിത്തിനെ കുറിച്ചും കർത്താവിന്റെ വചനം ഇതേ അവസ്ഥയിലായിരിക്കുന്ന തോബിത്തിനെ കർത്താവ് നമുക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. നമുക്ക് 3-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ ആദ്യ ഭാഗം 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ തോബിത്തിനെ കുറിച്ചാണ് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദുഃഖഭാരത്തോടെ, ഹൃദയവ്യഥയോടെ പ്രാർത്ഥിക്കുന്ന തോബിത്ത്. തോബിത്ത് എന്തുകൊണ്ടാ പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് പുറകെ കാണാം. 6-ാം തിരുവാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക, എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ച് മണ്ണായി തീർന്നുകൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യ അപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു. എന്റെ ഹൃദയവ്യഥ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്നും മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്നും മുഖം തിരിക്കരുതേ. ഇവിടെ സാറായെ പോലെ തന്നെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. തോബിത്തും വളരെ ദയനീയമായ, വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലായിരിക്കുകയാ. അതെന്താണെന്ന് തിരുവചനം മുന്നിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തോബിത്ത് ആരായിരുന്നു? നമുക്ക് 1-ാം അധ്യായത്തിലേക്ക്, തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ തോബിത്ത്
ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. അസീറിയയിലെ നിനവയിലേക്ക് എന്നോട് കൂടെ പോന്ന സ്വദേശീയരായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ ഒരു ഉപകാരിയായിരുന്നു തോബിത്ത്. നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, സമൂഹത്തിന് ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന, കർത്താവിന്റെ ഹിതത്തിൽ എപ്പോഴും ആയിരിക്കുന്ന, കർത്താവിനോട് എപ്പോഴും സത്യസന്ധതയോടെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു തോബിത്ത്. ഒത്തിരിയേറെ ഉപകാരങ്ങൾ ചെയ്തു. മരിച്ചിട്ടും അടക്കാൻ ആരുമില്ലാത്ത ഒത്തിരിയേറെ പേരെ അടക്കി. അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ സമൂഹത്തിന് ചെയ്ത് ജീവിച്ച തോബിത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരികയാ. അവിടെ നിന്നും നാട് കടത്തപ്പെടുന്നുണ്ട്. തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തെറ്റൊന്നും ചെയ്തതായി തിരുവചനം പറയുന്നില്ല. പക്ഷെ നീതിമാനായ മനുഷ്യന് ജീവിതത്തിൽ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരികയാണ്. കുടുംബത്തിന് കയറി കിടക്കാൻ പോലും ഇടമില്ലാത്ത വിധം വലിയ ഒരു പ്രശ്നത്തിലേക്ക് ആ കുടുംബം എത്തി നിൽക്കുമ്പോഴുള്ള തോബിത്തിന്റെ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. തന്റെ കുടുംബത്തിന് യാതൊന്നും നൽകാൻ സാധിക്കാതെ വളരെ ദയനീയമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് തോബിത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, തോബിത്തിന്റെ 2 കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെടുകയാണ്. 2 കണ്ണുകളും ഒരു പക്ഷിയുടെ കാഷ്ടം വീണിട്ട് കാഴ്ചയും പോവുകയാണ്. യാതൊരു രീതിയിലും തന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വളരെ ദയനീയമായി നിൽക്കുന്ന തോബിത്തും കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. സാറായുടെ പ്രാർത്ഥന നമ്മൾ കേട്ടു, തോബിത്തിന്റെ പ്രാർത്ഥന നമ്മൾ കേട്ടു. ഈ 2 പേരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയതായിട്ടാണ് തിരുവചനം പറയുന്നത്. 3-ാം അധ്യായം 16-ാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തി. ഇരുവരുടെയും പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തി എന്നാ തിരുവചനം പറയുന്നേ. തുടർന്ന് 17-ാം വാക്യത്തിൽ എന്താ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്? അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും, രഘുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും, അസ്മോദേവോസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സാറായുടെയും തോബിത്തിന്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, കർത്താവിന്റെ ഉത്തരം അവരിലേക്ക് എത്തിക്കുവാൻ നിയുക്തനാകുന്നത് റഫായേൽ മാലാഖയാണ്. ഇവിടെ ദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ട ആ 2 പേരുടെയും ദയനീയമായ അവസ്ഥ, അവരുടെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തുകയാണ്. അതിന് കൃത്യമായ ഉത്തരം നൽകുകയാണ്. ഒരു ബന്ധവുമില്ലാതിരുന്ന ഈ 2 കുടുംബങ്ങളെ കൂട്ടിച്ചേർത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ റാഫേൽ മാലാഖ നിയുക്തനാവുകയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാം കൈവിട്ടു എന്ന് നമുക്ക് തോന്നിയാലും, പരീക്ഷണങ്ങൾ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് നമ്മൾ ചിന്തിച്ചാലും, കർത്താവിന്റെ ആ ഒരു സമയം, ആ സമയത്ത് കർത്താവ് നിശ്ചയമായും ഇടപെടും. നമ്മുടേതായ കാരണങ്ങളാല് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ നിരപരാധികളായി കർത്താവിന്റെ ഹിതത്തിലായിരുന്നിട്ടും ഒത്തിരിയേറെ പേര് അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ചൂണ്ടി അവർ നല്ല വ്യക്തികളായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ. ഇവിടെ തോബിത്തും സാറായും നല്ല മനുഷ്യരായിരുന്നു, കർത്താവിനോട് ചേർന്ന് ജീവിച്ചവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു കഷ്ടതയിലും കർത്താവിനോട് അവർ ചേർന്ന് നിൽക്കുകയാ, കർത്താവിന്റെ ഹിതത്തിൽ അവർ നിൽക്കുകയാ. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ 13-ാം തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറഞ്ഞു തരുന്നത്? മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പൗലോസ്ലീഹ ഉറപ്പിച്ച് പറയുകയാണ്, എത്ര വലിയ പ്രശ്നമായിക്കൊള്ളട്ടെ, പ്രലോഭനമായിക്കൊള്ളട്ടെ, മനുഷ്യ സാധാരണമല്ലാത്തതൊന്നും നിങ്ങൾ നേരിട്ടിട്ടില്ല. തുടർന്ന് എന്താ സ്ലീഹ പറയുന്നത്? ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വീണ്ടും തിരുവചനം പറയുകയാണ്, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. കർത്താവ് പ്രലോഭനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷണങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും കർത്താവ് നൽകും. അതുകൊണ്ടല്ലേ സാറായ്ക്ക് ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റിയത്? തോബിത്ത് ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും കർത്താവിൽ നിന്ന് വിട്ടുമാറാത്തത് എന്തുകൊണ്ടാ? ആ കർത്താവ് അയച്ച ശക്തിയിൽ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ ആ ശക്തിയോട് ചേർന്ന് നിന്നവരായിരുന്നു.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 41 അധ്യായം 10 തിരുവാക്യം. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു വാഗ്ദാനമാണ്. എന്താ തിരുവചനം പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നീ എന്താണെങ്കിലും വീണു പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്നാ കർത്താവ് പറയുന്നേ. കർത്താവിന്റെ വലത്ത് കൈ, വിജയകരമായ വലത്ത് കൈ കൊണ്ട് കർത്താവ് താങ്ങി നിർത്തിയിട്ടുണ്ട്. മുങ്ങാൻ പോകുവാണെന്ന് നമുക്ക് തോന്നിയാലും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ കരം നമ്മളെ താങ്ങിയിട്ടുണ്ട്. സാറായുടെ ജീവിതത്തെ കണ്ടവരൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞുവെന്ന്. തോബിത്തിന്റെ ജീവിതത്തിൽ എല്ലാവരും അധിക്ഷേപിച്ചു, കർത്താവിനോട് ചേർന്ന് നിന്ന് ഇത്രയും നന്മ ചെയ്തിട്ട് നിനക്ക് എന്തേ ഇങ്ങനെയെന്ന്. പക്ഷേ വിജയകരമായ വലത്തുകൈ കൊണ്ട് കർത്താവ് അവരെ താങ്ങി നിർത്തുന്നത് മറ്റാരും കണ്ടില്ല. അവർക്കത് ബോധ്യമുണ്ടായിരുന്നു. അവർ കർത്താവിലേക്ക് തിരിഞ്ഞു, പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണ്. അവരുടെ ശക്തിക്ക് അതീതമായത് സംഭവിക്കാൻ കർത്താവ് അനുവദിച്ചില്ല. അത്രമാത്രം അവർക്ക് സാധിക്കുമെന്ന് കർത്താവിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം അവരെ അനുവദിച്ചത്. അവിടെ വെച്ച് കർത്താവ് അവരെ താങ്ങുകയാ, കർത്താവ് അവരെ പിടിച്ചു കയറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജോബിന്റെ പുസ്തകത്തിലും ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്. ജോബ് വീഴാറായപ്പോൾ കർത്താവ് ഉയർത്തിക്കൊണ്ട് വരികയാണ്, അനുഗ്രഹിച്ചുയർത്തുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മൾ തീരാറായി, എല്ലാം കഴിഞ്ഞു എന്ന് തോന്നിയാലും വിജയകരമായ വലത്ത് കൈകൊണ്ട് കർത്താവ് നമ്മെ താങ്ങി നിർത്തുന്നുണ്ട് എന്ന ഉറപ്പോടെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുൻപിലായിരിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ, പ്രലോഭനങ്ങളുടെ ഒക്കെ നടുവിൽ നിന്ന് ധൈര്യത്തോടെ നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാതിലുകൾ എല്ലാം അടഞ്ഞിടിലും വിശ്വസിക്കുന്ന കർത്താവേ, ഭൂമിയും മാറിയിടിലും. ഹല്ലേലൂയ. വാതിലുകൾ എല്ലാം അടഞ്ഞിടിലും, വാനവും ഭൂമിയും മാറിയിടിലും. വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ഹല്ലേലൂയ. കർത്താവേ, മാറ്റമില്ലാത്ത അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. തന്റെ കരം, വിജയകരമായ വലത്തുകരം ഞങ്ങളെ താങ്ങി നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ കർത്താവിന്റെ വാഗ്ദാനത്തിലേക്ക് നോക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറ്റവരുടയവർ മാറിടട്ടെ, സ്നേഹിതരാകെ മറന്നിടട്ടെ. ഉറ്റവരുടയവർ മാറിടട്ടെ, സ്നേഹിതരാകെ മറന്നിടട്ടെ. മാറാതെ എന്നും കരുതിടുന്ന യേശു എന്റെ കൂടെയുണ്ട്. മാറാതെ എന്നും കരുതിടുന്ന യേശു എന്റെ കൂടെയുണ്ട്. വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാതിലുകൾ എല്ലാം അടഞ്ഞിടിലും, വാനവും ഭൂമിയും മാറിയിടിലും. വാതിലുകൾ എല്ലാം അടഞ്ഞിടിലും, വാനവും ഭൂമിയും മാറിയിടിലും. വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് ഏറ്റു പറയുന്നു. ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും പ്രതികൂലമാണെങ്കിലും അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കൃപയിൽ, അങ്ങയുടെ കരുതലിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. സാറായെ പോലെ, തോബിത്തിനെ പോലെ എത്ര വലിയ പ്രതിസന്ധിക്ക് മുൻപിൽ നിൽക്കുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള വലിയ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തോബിത്തിന്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾക്ക് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. നമുക്ക് ഒരുമിച്ച് യാത്രയിൽ മുന്നോട്ട് പോകാം. നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.